ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ആർക്കും തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ബട്ടർ നാനിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 250 ml. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെക്കുക. ഇനി നമുക്ക് 1 കപ്പ് പാലിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നിറച്ചെണ്ണ, ഈസ്റ്റും പിന്നെ ഒരു 50 ഗ്രാമോളം ബട്ടറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വരും. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാനിതിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മൈദൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക, നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചൂട് കൂടിപ്പോവരുത്, നല്ല ലൈറ്റായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, ഇളം ചൂടുള്ള. ഇനി ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇത് ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ വീണ്ടും പറയാമെന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ശ്രദ്ധിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ടായത് പർദീസ ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിക്കോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലും കൊടുത്തിട്ടുണ്ട്. താങ്ക്